അസ്സലാമു അലൈക്കും. ഇന്ന് ഒട്ടുമിക്ക ഫംഗ്ഷനുകളിലും ഇടം പിടിക്കുന്ന വിഭവങ്ങളാണ് ഒന്നുകിൽ ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ചില്ലി. സൽക്കാരങ്ങളുടെ പകിട്ട് കൂട്ടാൻ ഇവയൊക്കെ അത്യാവശ്യമാണ് താനും. അപ്പോൾ തീർച്ചയായും ഫംഗ്ഷനുകളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതുമായ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്, ബീഫ് ചില്ലി. അതിന് ഞാനിവിടെ 750 ഗ്രാം ബീഫ് നീളത്തിൽ കട്ട് ചെയ്ത് കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം വെള്ളം ചേർക്കാതെ തന്നെ ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വേവാനുള്ള വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഊറി വന്നോളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് വലിയ പീസ് ബീഫ് വേവിച്ചതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി. അങ്ങനെ ചെയ്താൽ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വലിയ പീസായതുകൊണ്ട് കുക്കാവാൻ ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ വലിയ പീസായി വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാനിവിടെ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ബീഫ് ഒരുപാട് വെന്തിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ വേവിക്കാൻ. അപ്പോൾ ഈ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട മസാല പ്രിപ്പയർ ചെയ്യാം. അതിന് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സെയിം റേഷ്യോയിലല്ല കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇഞ്ചി കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ബീഫിൽ നമ്മൾ ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ വിനെഗർ. ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ 1/2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസ് ഒന്ന് ഇതിലേക്ക് പിഴിഞ്ഞെടുക്കാം. നിങ്ങളുടെ കയ്യിൽ അധികം പുളിയില്ലാത്ത കട്ട തൈര് ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ തക്കാളി എടുത്തിട്ടുള്ളത്. ഇത് തക്കാളിയും തൈരൊക്കെ എന്തിനാണ് ചേർക്കണതെന്ന് വെച്ചാൽ നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അത് റബ്ബർ പോലെ ആവാതെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. തൈര് ചേർക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയുടെ വൈറ്റ് പോർഷനാണ്. അപ്പോൾ അത് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ബീഫ് ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് വളരെ ശ്രദ്ധിച്ച് ചേർക്കണം കേട്ടോ. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഉപ്പ് പോലെയല്ല, ഫ്രൈ ആക്കുന്നതിൽ പെട്ടെന്ന് ഉപ്പ് കൂടും. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിടണം. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇനി അഥവാ ഈ ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് വാർത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ മസാലയ്ക്ക് ചേർക്കേണ്ടത്. ബീഫ് വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. അഥവാ വെന്തിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു കാര്യം വിട്ടുപോയി കേട്ടോ. നമുക്കിതിലേക്ക് 3 സോസുകൾ കൂടെ ചേർക്കേണ്ടതാണ്. അത് ഞാൻ വീഡിയോ എടുക്കണ ആ ഒരു ഇതിൽ വിട്ടതാണ്. കുഴപ്പമില്ല, നമുക്കത് ഇപ്പോഴും ചേർത്ത് കൊടുക്കാം. ചില്ലിയൊക്കെ ആകുമ്പോൾ 3 സോസ് ഉണ്ടെങ്കിലേ ഉള്ളൂ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണത്. പിന്നെ 1/2 ടീസ്പൂൺ ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയാ സോസ്. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിലാണെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ കോട്ടിങ്ങൊക്കെ ബീഫിൽ നന്നായി പിടിക്കണം. അതല്ല പുറത്താണെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈമിൽ നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും ഒരു 5-6 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും റെഡിയാക്കി വെക്കണം. അപ്പോൾ അത് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് റൗണ്ടിൽ ഞാൻ സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ 15 മിനിറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ഞാൻ ചീനച്ചട്ടിയിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡിന് ശേഷം നമുക്കതെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഈ ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ആക്കിയാലും തന്നെ അത് നമ്മളിതിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ബീഫ് കോരിയിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കിയെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചതല്ലേ, അപ്പോൾ ഇതിൻ്റെ കോട്ടിങ് മാത്രമേ നമുക്ക് വെന്ത് കിട്ടാനുള്ളൂ. അപ്പോൾ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കോട്ടിങ് വെന്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബീഫ് ചില്ലി റെഡിയാവും കേട്ടോ. ബീഫ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ തവി വെച്ച് ഇളക്കാതിരിക്കുന്നതാവും നല്ലത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോട്ടിങ്ങൊക്കെ വിട്ടുപോരും. അപ്പോൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓയിലിൽ നിന്ന് വറുത്ത് കോരാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിത് വറുത്ത് കോരാം. അതുപോലെ മുഴുവൻ ബീഫും ഞാനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബീഫ് കട്ട് ചെയ്തതിന് ശേഷം വേവിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ നീളത്തിലുള്ള പീസായി കിട്ടില്ല കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അതുകൊണ്ടാണ് വേവിച്ചതിന് ശേഷം കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഗാർണിഷ് ചെയ്യാൻ ഞാൻ ഇതുപോലെ ഒണിയൻ റിങ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഭംഗിക്ക് മാത്രമല്ല, കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ ബീഫ് ചില്ലി കഴിക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം ലെമൺ ജ്യൂസ് കൂടെ പിഴിഞ്ഞൊഴിക്കണം. ലെമൺ ജ്യൂസും ഈ സവാളയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും രുചിച്ച് തന്നെ അറിയണം. പിന്നെ നല്ല സ്പൈസി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.